അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, റമദാനു ഷരീഫുമായി ബന്ധപ്പെട്ട് റമദാനിൽ നോക്കേണ്ടുന്ന നോമ്പ് റമദാനിൽ തന്നെ നോക്കണമെന്നും മതിയായ കാരണങ്ങളില്ലാതെ അത് പിന്തിക്കാൻ പാടില്ല എന്നും ആണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. അതേസമയത്ത് പിന്തിപ്പിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പിന്തിപ്പിക്കാമെന്ന് പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ റമദാൻ ഹാജറായി ശാരീരികമായി ശേഷിയുണ്ട്, മറ്റു കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ പിന്തിപ്പിക്കരുത് എന്ന് പറഞ്ഞതിൽ ഇളവുള്ള ഒരു കാരണക്കാരാണ് ഗർഭിണികളായ സ്ത്രീകൾ, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളും. ഗർഭമുള്ള സ്ത്രീ ശാരീരികമായിട്ട് അവൾക്ക് പ്രയാസങ്ങൾ നോമ്പ് നോറ്റാൽ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ തന്നെ നോറ്റുവീട്ടണം എന്ന നിർബന്ധം ഇല്ല, പിന്നീട് നോറ്റുവീട്ടിയാൽ മതിയാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടുന്നതുകൊണ്ട് നോമ്പ് നോക്കുന്നതുകൊണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അവർക്കും നോമ്പ് റമദാനിൽ തന്നെ നോറ്റുവീട്ടണമെന്നില്ല, മറ്റൊരു മാസത്തേക്ക് റമദാനിനെ പിന്തിപ്പിക്കാവുന്നതാണ്. അവരുടെ സ്വശരീരത്തിന്റെ പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പിന്തിക്കുകയാണെങ്കിൽ അതിന് നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. മറ്റ് കാര്യങ്ങളൊന്നും അവരുമായി ഇതിന്റെ പേരിൽ ബന്ധപ്പെടുന്നില്ല. അതേസമയത്ത് അവൾക്ക് ശാരീരിക പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല, നോമ്പ് നോക്കുന്നതിന് പ്രയാസമൊന്നുമില്ല, വയറ്റിലുള്ള ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് നോമ്പ് കൊണ്ട് വല്ല പ്രയാസങ്ങളോ മറ്റോ നേരിടുമെന്ന് വിശ്വസ്തരായ ഡോക്ടർമാർ പറഞ്ഞതിന്റെ പേരിൽ ആണെങ്കിൽ ആ കാരണം കൊണ്ടും പിന്തിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന സ്ത്രീ നോമ്പ് നോറ്റാൽ മുലപ്പാൽ കുറയുകയും കുട്ടിക്ക് മുല കുടിക്കാനുള്ള മുലപ്പാൽ കുറയും എന്ന കാരണം കൊണ്ടും നോമ്പ് പിന്തിപ്പിക്കാവുന്നതാണ്. ഈ കുട്ടിയുടെ വിഷയം കൊണ്ട് മാത്രം ആണ് പിന്തിപ്പിക്കുന്നത് എങ്കിൽ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷണം വീതം പാവങ്ങൾക്ക് വിതരണം ചെയ്യലും നിർബന്ധമാണ്. അപ്പൊ ഗർഭിണികളോ മുലയൂട്ടുന്ന സ്ത്രീകളോ അവരുടെ സ്വശരീരത്തിന്റെ കാരണത്തിന് വേണ്ടി നോമ്പ് പിന്തിപ്പിക്കുകയാണെങ്കിൽ നോമ്പ് ഖളാ വീട്ടിയാൽ മതിയാവുന്നതാണ്. കുട്ടികളുടെ കാരണത്തിന് വേണ്ടിയാണ് നോമ്പ് പിന്തിപ്പിക്കുന്നത് എങ്കിൽ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു മുദ്ദ് മുഖ്യ ആഹാരം പാവങ്ങൾക്ക്, ഫക്കീർ മിസ്കീന്മാർ പോലുള്ളവർക്ക് ധർമ്മം ചെയ്യല് നിർബന്ധമാണ്. അതുപോലെ ഒരു കുട്ടി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവർക്കാണല്ലോ നോമ്പ് നിർബന്ധമാവുന്നത്, കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമാവുന്നില്ല. 7 വയസ്സ് പൂർത്തിയായാൽ കുട്ടികളോട് നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കൽ രക്ഷിതാക്കളുടെ മേൽ നിർബന്ധമാണ്. 10 വയസ്സ് പൂർത്തിയായാൽ അവരോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും അവർ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല എങ്കിൽ അതിന് മുറിയാവാത്ത രൂപത്തിൽ അടിക്കുകയും വേണമെന്നൊക്കെ നിയമങ്ങളുണ്ട്. എങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല, പ്രായപൂർത്തിയായാലാണ് നോമ്പ് നിർബന്ധമാവുന്നത്. ഒരു കുട്ടി നോമ്പ് നോറ്റു, അങ്ങനെ പകലിൽ അവന് പ്രായപൂർത്തിയായാൽ വലോ ബലഗ സ്വബിയ്യു ബിൻ നഹാരി സ്വായിമൻ, നോമ്പുകാരനായിക്കൊണ്ട് പകലിൽ ഒരു കുട്ടിക്ക് പ്രായം പൂർത്തിയായാൽ വജബ ഇത്മാമുഹു എന്നാണ്. ആ നോമ്പിനെ അവൻ പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല, അങ്ങനെ അവൻ നോറ്റു, പകലിൽ ആ കുട്ടി ആ നോമ്പ് മുറിച്ചു എന്നുള്ളതുകൊണ്ട് അവന് ഖളാ വീട്ടലൊന്നും നിർബന്ധമില്ല. അതേസമയത്ത് അവന് പകലിൽ പ്രായം പൂർത്തിയായാൽ ആ നോമ്പ് പൂർത്തിയാക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി. അപ്പൊ പകുതി ഭാഗം നോമ്പ് നോറ്റത് പ്രായം പൂർത്തിയാവാതെയാണ് എന്നുള്ളതുകൊണ്ട് ആ നോമ്പിന് ഖളാ വീട്ടണം എന്നുള്ള മസാലയില്ല. അവൻ അത് പൂർത്തിയാക്കിയാൽ തന്നെ പൂർണ്ണമായ ഒരു നോമ്പിന്റെ, വാജിബായ ഒരു നോമ്പിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ്. ഇനിയൊരു കുട്ടി അവൻ നോമ്പുകാരനല്ലാത്ത നിലക്ക് പകലിൽ പ്രായം പൂർത്തിയായാൽ അവനെ സംബന്ധിച്ചോട്, അല്ലെങ്കിൽ ഒരാൾ മുസ്ലിമായി പകലിൽ മുസ്ലിമായി
എന്നാൽ ആ നോമ്പ് അവര് ഖളാ വീട്ടേണ്ടതില്ല. ഫലാ ഖളാ, അവര് ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. കാരണം അന്ന് നോമ്പ് നിർബന്ധമാകുന്നതിന്റെ പകലിന്റെ തുടക്കത്തിൽ അവന് പ്രായം പൂർത്തിയാവാത്തത് കൊണ്ട് അന്ന് അവന് നോമ്പ് നിർബന്ധമില്ല. അപ്പൊ നോമ്പുകാരനല്ലാത്ത അവസ്ഥയിൽ പ്രായം പകലിൽ തികഞ്ഞാൽ ആ നോമ്പ് അന്ന് നോക്കാത്തത് കൊണ്ട് പിന്നീട് ഖളാ വീട്ടുക എന്ന വിഷയം വരുന്നില്ല. അതുപോലെ ഒരു അമുസ്ലിം റമളാനിന്റെ പകലിൽ മുസ്ലിമായാൽ ആ നോമ്പ് അവനെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടേണ്ടതില്ല. വലാ യൽസമുൽ ഇംസാക്, നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അത് ഖളാ വീട്ടേണ്ടതില്ല എന്ന് മാത്രമല്ല, പകലിൽ പ്രായം പൂർത്തിയായ, നോമ്പ് നോക്കാത്ത അവസ്ഥയിൽ പ്രായം പൂർത്തിയായ കുട്ടി, അവന് ഇംസാക്കും നിർബന്ധമില്ല. ഇന്നലെ നമ്മൾ ഇംസാക്കിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, മതിയായ കാരണങ്ങളില്ലാതെ ഒരാള് നോമ്പ് മുറിക്കുകയാണെങ്കിൽ പകലിൽ അവന് ഇംസാക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഇംസാക്കും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല. പക്ഷേ കാരണങ്ങളെ കൊണ്ട് നോമ്പ് മുറിക്കുകയും ആ കാരണങ്ങൾ പകലിൽ ഇല്ലാതെയാവുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് ഇംസാക്ക് സുന്നത്തുണ്ട് എന്നൊരു മസല ഇന്നലെ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തില് പകലിൽ നോമ്പുകാരനല്ലാത്ത അവസ്ഥയിൽ പ്രായം തികഞ്ഞ കുട്ടികൾക്ക് ഇംസാക്ക് സുന്നത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യാത്രക്കാരെ പോലെ, അല്ലെങ്കിൽ പകലിൽ യാത്ര മുറിഞ്ഞ യാത്രക്കാരനെ പോലെയോ, പകലിൽ രോഗം ശിഫയായ സുഖപ്പെട്ട രോഗിയെപ്പോലെ അവരുടെ നിയമമാണ് പകലിൽ പ്രായം തികഞ്ഞ് നോമ്പുകാരനല്ലാത്ത അവസ്ഥയിൽ പ്രായം തികഞ്ഞ കുട്ടികളുടെ വിധി. അതുപോലെ പുതുമുസ്ലിമീങ്ങളുടെ, അന്ന് മുസ്ലിമായ ആളുകളുടെ വിധിയും അങ്ങനെയാണ്. ഈ ഇംസാക്ക് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നും പറയുന്ന ഇംസാക്ക് എന്നുള്ളത് അത് റമളാൻ നോമ്പിന് മാത്രം പ്രത്യേകമായ, റമളാനിൽ ഉള്ള ഒരു പ്രത്യേകതയാണ് ഇംസാക്ക്. റമളാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ കാരണം കൂടാതെ നോമ്പ് നോക്കാത്ത ആളുകൾക്കാണ് ഇംസാക്ക് നിർബന്ധം. റമളാൻ അല്ലാത്ത സമയത്ത് വാജിബായ നോമ്പ് ഒരാള് മുറിച്ചാലും, ഇപ്പൊ നേർച്ച കൊണ്ടോ അല്ലെങ്കിൽ കഫാറത്ത് അല്ലെങ്കിൽ ഖളാ വീട്ടുന്ന നോമ്പ്, അത് റമളാൻ അല്ലാത്ത മാസത്തിൽ ഈ നേർച്ചയുടെ നോമ്പ് നോക്കുമ്പോ ഒരാളത് മുറിച്ചു പകലിൽ കാരണം കൊണ്ടോ കാരണം ഇല്ലാതെയോ അത് മുറിച്ചാൽ അവൻ ഇംസാക്ക് നിർബന്ധമല്ല, ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അതുപോലെ റമളാനിൽ ഖളാ ആയ നോമ്പ് റമളാനല്ലാത്ത മാസത്തിൽ അത് ഖളാ വീട്ടുമല്ലോ, ആ വീട്ടുന്ന സമയത്ത് ഒരാളത് മുറിച്ചു എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇംസാക്ക് നിർബന്ധമില്ല. അപ്പൊ ഇംസാക്ക് എന്ന് പറയുന്നത് റമളാനിലെ പകലിൽ മാത്രം പ്രത്യേകമായ ഒരു വിധിയാണ്. അത് റമളാനിന്റെ ആദരവും അതിന്റെ ബഹുമാനവും കണക്കിലെടുത്തുകൊണ്ട് നിർബന്ധമായ ഒരു വിഷയമാണ്. അല്ലാത്ത സമയത്ത് നിർബന്ധമായ നോമ്പ് ഖളാ മുഖേനയോ നേർച്ച മുഖേനയോ കഫാറത്ത് മുഖേനയൊക്കെ നോക്കുന്ന നിർബന്ധമായ നോമ്പ് കാരണത്തോടെയോ കാരണമില്ലാതെയോ മുറിച്ചാലും അതിന് ഇംസാക്ക് നിർബന്ധം ഇല്ല. അതിൽപ്പെട്ട മറ്റൊരു മസ്അലയാണ് റമളാനിന്റെ പകലിൽ ജിമാ, സംയോഗം പാടില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. നോമ്പ് മുറിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണത്. അങ്ങനെ ഒരാൾ ചെയ്തു പോയാൽ സാധാരണ മറ്റു കാരണങ്ങളെ കൊണ്ട് നോമ്പ് മുറിക്കുന്നത് പോലെയല്ല, റമളാനിൽ ജിമാ കൊണ്ട് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ, ഫസാദാക്കി കഴിഞ്ഞാൽ അവന് കഫാറത്ത്, പ്രത്യേക പ്രായശ്ചിത്തം നിർബന്ധമാണ്. ആ നോമ്പ് ഖളാ വീട്ടലോടുകൂടെ ഒരു പ്രത്യേക തരം പ്രായശ്ചിത്തം നിർബന്ധമാണ്. അത് റമളാനിന്റെ പ്രത്യേകതയാണത്. ഈ നോമ്പ് ഖളാ വീട്ടുകയും വേണം. കഫാറത്ത് പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ അടിമയെ സ്വതന്ത്രരാക്കുക, മോചിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യപടിയായി വരുന്നത്. കാലഘട്ടത്തിൽ അങ്ങനെ അടിമ സമ്പ്രദായം പൂർണ്ണമായി നിലനിൽക്കാത്തതുകൊണ്ട് അത് പ്രയാസമാണ്. അപ്പൊ അതില്ല എങ്കിൽ സൗമു ഷഹ്റൈനി മാ തതാബുഇ എന്നാണ്. തുടരെ 2 മാസം നോമ്പ് നോക്കണം, അത് നിർബന്ധമാണ്. ഈ തുടരെ 2 മാസം നോമ്പ് നോക്കുക എന്നുള്ളതിൽ ഇടയ്ക്ക് ഒരു ദിവസം ഇല്ലാതെയായി പോയാൽ പിന്നെയും അത് തുടക്കം മുതൽക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുമാർ പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ തുടരെ നോമ്പ് നോക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ നിബന്ധന വന്നത്. ഇനി അങ്ങനെ ഒരാൾക്ക് സാധിക്കാതെ വന്നു 2 മാസം തുടരെ നോമ്പ് നോക്കാൻ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റു വല്ല വിഷയങ്ങളെ കൊണ്ടോ കഴിയാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ 3ാമത്തെ പടിയാണ് പ്രായശ്ചിത്തത്തിൽ ഫൈതാമു 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് അല്ലെങ്കിൽ ഫക്കീറുമാർക്ക് ഓരോ മുദ്ദ് വീതം അവൻ ധർമ്മം ചെയ്യണം.
അത് 60 മുദ്ദ് ഒരാൾക്ക് കൊടുത്താൽ പോരാ, ഓരോ മുദ്ദ് ഓരോ മിസ്കീന്മാർക്ക് കൊടുക്കണം. ഒരു മുദ്ദിൽ കൂടുന്നതിന് വിരോധമില്ല. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചുരുങ്ങിയത് ഏകദേശം ഒരു 600 ഗ്രാം വരും. ചിലപ്പോ അരിയുടെ ഘനം അനുസരിച്ച് 650 ഗ്രാം 700 ഗ്രാം ഒക്കെ വന്നേക്കാം. ചുരുങ്ങിയതാണ് ഞാൻ 600 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോ 60 ആളുകൾക്ക് തന്നെ അത് കൊടുക്കണം. എല്ലാം കൂടി ഒരാൾക്ക് കൊടുത്താൽ മതിയാകുന്നതല്ല, 60 പേർക്ക് കൊടുക്കണം. ആ 600 ഗ്രാമിൽ നിന്ന് ഒരാൾക്ക് 600 ഗ്രാം ഇങ്ങനെ അരി വിതരണം ചെയ്യാൻ ഒരു കുറഞ്ഞതല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് തന്നെ അത് കൂടുതൽ കൊടുക്കാവുന്നതാണ്. പക്ഷെ 60 ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ ഈ പ്രായശ്ചിത്തം അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കൽ നിർബന്ധമായ മറ്റൊരു റമളാനുമായി ബന്ധപ്പെട്ട മറ്റൊരു മസലയാണ്, ഒരാൾ റമളാനിനെ പിന്തിപ്പിച്ചു. റമളാനിൽ നോമ്പ് നോറ്റില്ല, അതിനെ പിന്തിപ്പിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെയാണ് പിന്തിപ്പിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ കാരണത്തോടു കൂടെയാണ് റമളാനിലെ നോമ്പ് നോറ്റില്ല, പിന്നെ അത് നോറ്റുവീട്ടണം. നോറ്റുവീട്ടാൻ സൗകര്യപ്പെട്ടു, എന്നിട്ടും പിന്നീട് അതിനവൻ പിന്തിപ്പിച്ചു. അടുത്ത റമളാന്റെ മുന്നേ നോറ്റുവീട്ടണം, അത് കാരണമൊന്നുമില്ലാതെ അടുത്ത റമളാനിനെ തൊട്ടും അതിനെ പിന്തിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് ഖളാ വീട്ടലോടൊപ്പം ഓരോ നോമ്പിനും 600 ഗ്രാം വീതം ധർമ്മം ചെയ്യല് നിർബന്ധമാണ്. റമളാനിലെ നോമ്പിന്റെ പ്രത്യേകതയാണത്. റമളാനിൽ വാജിബായ നോമ്പ് ഒരാൾ പിന്തിപ്പിച്ചു, അടുത്ത റമളാൻ വരുന്നതിന്റെ മുന്നേ ഒരു കാരണവുമില്ലാതെ ആ റമളാനിനെ തൊട്ടും അതിനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിന്റെ കണക്കിലെടുത്ത് 2 വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് 2 മുദ്ദ് കൊടുക്കണം, 3 വർഷം പിന്തിപ്പിച്ചാൽ 3 മുദ്ദ് കൊടുക്കണം, 4 വർഷമാകുമ്പോൾ 4, ഇങ്ങനെ വർഷങ്ങൾ അധികരിക്കുന്നതിനനുസരിച്ച് മുദ്ദുകളും അധികരിക്കുന്നതാണ്. ആ രൂപത്തിൽ നോമ്പ് ഖളാ വീട്ടുകയും വേണം, പിന്തിപ്പിച്ചതിന് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ധർമ്മം ചെയ്യുകയും വേണം. അങ്ങനെ ഒരാൾ സൗകര്യപ്പെട്ട് നോമ്പ് നോക്കാതെ ഖളാ വീട്ടാതെ അവൻ മരണപ്പെട്ടാൽ ആ മയ്യത്തിന് അനന്തര സ്വത്തുണ്ടാവും. അനന്തര സ്വത്തിൽ നിന്ന് ഒരു നോമ്പിന് ഒരു മുദ്ദും, അത് റമളാനിനെ തൊട്ട് പിന്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വർഷത്തെ തൊട്ട് പിന്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്തിപ്പിച്ചതിന് ഒരു മുദ്ദും, അങ്ങനെ ഒരു നോമ്പിന് 2 മുദ്ദ് വീതം മരണപ്പെട്ട ആളെ തൊട്ട് വിതരണം ചെയ്യല് നിർബന്ധമാണ്. അങ്ങനെ എത്ര വർഷമാണോ അയാൾ ബന്ധിപ്പിക്കുന്നത് അതിനനുസരിച്ച് മുദ്ദുകളുടെ എണ്ണം കൂടും. നോമ്പ് ഖളാ വീട്ടുക, അടുത്ത കുടുംബക്കാര് ഖളാ വീട്ടുകയോ അല്ലെങ്കിൽ അതിന് പകരം മുദ്ദ് കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ റമളാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വരുന്ന 1-2 വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. റമളാനിലെ നോമ്പ് അത് പിന്തിപ്പിക്കലും അത് നഷ്ടപ്പെടുത്തലും അകാരണമായി അതിനെ നഷ്ടപ്പെടുത്തിയാലൊക്കെ ഉണ്ടാകുന്ന പ്രായശ്ചിത്തങ്ങളാണ്. അതിന്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് മുദ്ദുകളും അതുപോലെ തന്നെ ഇംസാക്ക്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതരം. അതൊക്കെ റമളാൻ ഷരീഫിന്റെ വലിയ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രൂപത്തില് മയ്യത്ത് മരിച്ച ആള്, അയാളെ തൊട്ട് റമളാൻ ഖളാ ഉണ്ടെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് കൊടുക്കണം, ഒരു വർഷത്തെ തൊട്ട് പിന്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു മുദ്ദ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം. ഒരാൾ മരിച്ച് അയാളുടെ പേരിൽ നിസ്കാരം ഖളാ ഉണ്ടെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മൻ മാത അലൈഹി സൗമുൻ, ഒരാൾ മരിച്ചു അവന്റെ പേരിൽ നിർബന്ധമായ നോമ്പുണ്ട് എങ്കിൽ അത് അടുത്ത കുടുംബക്കാര് ഖളാ വീട്ടുകയോ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുകയോ ചെയ്യണമെന്ന് ഹദീസിൽ വന്ന അടിസ്ഥാനത്തിലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത്തരം ഒരു മസല ചർച്ച ചെയ്തതും പറഞ്ഞതും. അതേസമയത്ത് നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു മസലയാണ്, മൻ മാത അലൈഹി സ്വലാത്തുൻ ഫലാ ഖളാ, ഒരാള് നിസ്കാരം ഖളാ ആയി അങ്ങനെ മരിച്ചു, അത് അനന്തരാവകാശികൾ ഖളാ വീട്ടണം എന്ന മസല ഇല്ല. വലാ ഫിദിയത്ത, എന്നാൽ അതിന് അനന്തര സ്വത്തിൽ നിന്ന് ഒരു നിസ്കാരത്തിന് ഒരു മുദ്ദ് വീതം കൊടുക്കണോ, അങ്ങനെ കൊടുക്കലും നിർബന്ധമില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അതേസമയത്ത് അവിടെ ഗവേഷണ അർഹരായ മുജ്തഹിദുകളായ ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് അതിനെ ഖളാ വീട്ടുന്നത് നല്ലതാണ് എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിനും അനന്തര സ്വത്തുണ്ടെങ്കിൽ ഓരോ മുദ്ദ് കൊടുക്കല് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതേസമയത്ത് നോമ്പ്
നഷ്ടപ്പെടുത്തിയാൽ ഒരു മുദ്ദ് കൊടുക്കുകയോ അടുത്ത കുടുംബക്കാർ അത് നോറ്റുകൂട്ടുകയോ ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള സമമായ മസ്അല അല്ല നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് നിർബന്ധമില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അനന്തര സ്വത്തുണ്ടെങ്കിൽ ഒരു നിസ്കാരത്തിന് ഒരു മുദ്ദ വീതമോ അല്ലെങ്കിൽ അത് നിസ്കരിപ്പിക്കുകയോ ചെയ്യാമെന്ന് ചില അഭിപ്രായങ്ങൾ ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അങ്ങനെയൊന്നും ഇല്ലല്ലോ, നിസ്കാരമൊന്നും കളാ വീട്ടുകയോ അതിന് മുദ്ദ കൊടുക്കുകയോ ചെയ്യണമെന്നാരും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് നോമ്പിനും അത് ബാധകമല്ല എന്ന് ചിലരെങ്കിലും സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അത് രണ്ടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. കൂടുതൽ ഞാൻ ഇങ്ങനെ മസ്അല പറഞ്ഞാൽ ചിലപ്പോ അത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് ഇനി ചോദ്യത്തിന് വേണ്ടി അവസരം നൽകുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ വൈജ്ഞാനിക ചർച്ച സ്വീകരിക്കുമാറാവട്ടെ. റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് അല്ലാഹു തആല നമ്മുടെ ഈ സമയത്തെ കബൂലാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സംശയം ചോദിക്കാനുള്ളവര് ചോദിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഒരു മാസത്തിന് ഫുള്ളായിട്ട് നിയത്ത് വെക്കാൻ പറ്റുമോ? മറന്നാൽ എന്താണ് ചെയ്യേണ്ടത് നിയത്ത് വെക്കാൻ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മാസത്തിന് മുഴുവനായിട്ടും റമദാൻ 1 തന്നെ നിയ്യത്ത് വെക്കുക എന്നുള്ളത് ശാഫിഈ മദ്ഹബ് പ്രകാരം ശരിയാവുന്നതല്ല. ഓരോ ദിവസത്തിനും അതാത് ദിവസത്തിന്റെ രാത്രി നിയ്യത്ത് ചെയ്യണമെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാം, മല്ലം യുബയ്യിത്തി സിയാമ ഖബലൽ ഫജ്രി ഫലൈസ ലഹു സൗമുൻ. ഒരുത്തൻ നോമ്പിന്റെ നിയ്യത്ത് അതാത് ദിവസത്തിന്റേത് രാത്രി വെച്ചിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല എന്ന ഹദീസാണ് ഇതിന് നിദാനം. തബീയത്തു നിയ്യത്ത് നോമ്പിന്റെ ഫർള് കൂടി ആണ് തബീയത്തു നിയ്യത്ത് എന്ന് പറയുന്നത്. അഥവാ അതാത് ദിവസത്തിന്റെ നിയ്യത്ത് അതാത് ദിവസം രാത്രി തന്നെ വെക്കുക. രാത്രി എന്ന് പറയുമ്പോൾ അസ്തമനം മുതൽ ഫജ്റിന്റെ മുന്നേ അതിന്റെ ഇടയിലുള്ള നീണ്ട സമയം നിയ്യത്തിന് വേണ്ടി ഉണ്ട് എന്നുള്ള അത്രയും വിശാലമായ സമയം ഉണ്ടായിട്ട് നിയ്യത്ത് വെക്കാൻ മറക്കുക എന്ന് പറയുന്നത് അത് വലിയ അശ്രദ്ധയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിയ്യത്ത് ഒരാൾ മറന്നാൽ അവന് ഇംസാക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ പോലെ നിൽക്കൽ നിർബന്ധമാണ്. അന്നപാനീയങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഇങ്ങനെ വരാനുള്ള കാരണം മഗ്രിബ് മുതൽ സുബഹി വരെ ഉള്ള സമയം നീണ്ട സമയം നിയ്യത്തിനുണ്ടായിട്ടും നിയ്യത്ത് മറക്കുക എന്നുള്ള ഒരു അശ്രദ്ധയാണല്ലോ എന്നുള്ള നിലക്കാണ്. ഇനി നിങ്ങൾ ചോദിച്ചതിന്റെ രണ്ടാമത്തെ ഭാഗം, അഥവാ മനുഷ്യനാണല്ലോ മറവി സംഭവിക്കാമല്ലോ, അങ്ങനെ മറവ് സംഭവിക്കുകയാണെങ്കിലുള്ള നിയമമാണ് അവന് നോമ്പുകാരനെ പോലെ നിൽക്കുകയും എന്നിട്ട് പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യുക. നോമ്പുകാരനെ പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ വിട്ടുനിൽക്കുന്ന വാജിബ് ചെയ്ത ഒരു പ്രതിഫലം അവന് ലഭിക്കുന്നതുമാണ്. ഇനി മറ്റു ചില മദ്ഹബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഹബ് പ്രകാരം 30 ദിവസത്തിനു കൂടി റമദാനിന്റെ ആദ്യ രാത്രി നിയ്യത്ത് ചെയ്താൽ മതിയാകും എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. പക്ഷേ അങ്ങനെ ഒരാള് ചെയ്യുകയാണെങ്കിൽ മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നോമ്പിന്റെ ചില നിബന്ധനകൾ, അത്തരം വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതനുസരിച്ച് അറിയല് നിർബന്ധമാണ്. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് മതി അഥവാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ചില വികാരമൂർച്ഛിക്കുന്ന സമയത്തോ ഭാരമുള്ള ചില സംഗതികളൊക്കെ ചുമക്കുന്ന സമയത്തോ ചില ആളുകൾക്കെങ്കിലും മൂത്രിച്ചതിന്റെ ശേഷമൊക്കെ വരുന്ന ചില ദ്രാവകങ്ങളുണ്ട്. അത്തരം ദ്രാവകങ്ങൾ വന്നാൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് ശാഫിഈ മദ്ഹബ് പ്രകാരം. പക്ഷെ മാലിക്കി റളിയല്ലാഹു അൻഹു പറയുന്നത് നോമ്പ് മുറിയും എന്നുള്ളതാണ്.
അങ്ങനെ പല വിഷയങ്ങളുണ്ട് മാലിക്കി മദ്ഹബുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിയുന്ന വിഷയങ്ങളിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പ് ഒരു ആൾ നോമ്പ് ഒന്നിന് തന്നെ 30 ദിവസത്തെ നോമ്പും നോൽക്കുമെന്ന് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ, അതിനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നോമ്പിന്റെ നിയ്യത്ത് ഒരു ദിവസം ഇടക്ക് മറന്നാൽ ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് ഞാനിന്ന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ അതനുസരിച്ചാണ് ഇന്നത്തെ നോമ്പ് എന്ന് മനസ്സിൽ കരുതിയാൽ അതനുസരിച്ച് നോമ്പാവുന്നതാണ്. അതിന് മുമ്പ് നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ അത് പറഞ്ഞത് കാണാം. നോമ്പിന്റെ തുടക്കത്തിൽ അങ്ങനെ 30 ദിവസത്തെ നിയ്യത്ത് ഒരാൾ ആ നിലക്ക് മാലിക്കി ഇമാമിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് വെക്കുകയാണെങ്കിൽ ഇടക്കാലത്ത് ഇങ്ങനെ നഷ്ടപ്പെടുന്ന നോമ്പ് അതുമായി ബന്ധപ്പെട്ടാണ് നോക്കുന്നത് എന്ന് കരുതിയാൽ അത് ലഭിക്കുന്നതാണ് എന്നൊരു അഭിപ്രായം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിന് നിബന്ധന ആ മദ്ഹബുമായി ബന്ധപ്പെട്ട ഈ നോമ്പിന്റെ മുറിയുന്ന കാര്യങ്ങളും നിബന്ധനകളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം ചോദിക്കാനുള്ളവർക്ക് മുന്നോട്ട് വരും. എന്റെ വിലപ്പെട്ട സമയങ്ങളാണ്. എന്റെ ചോദ്യം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ്. ഇപ്പൊ മുർത്തദ്ദായവർക്ക് നോമ്പ് പിന്നെ അവർ ഇതിലേക്ക് മടങ്ങിയാൽ നോമ്പ് ഖളാ വീട്ടണം എന്നാണ്. അതേസമയത്ത് ബിദഅത്തില് സുന്നിയായി പിന്നീട് ബിദഅത്തിലേക്ക് പോയവർ അവരെ പിന്നീട് സുന്നിയായി കഴിഞ്ഞാൽ അവരെ നോമ്പ് ഖളാ വീട്ടണോ? അതുപോലെ പിന്നെ സുന്നി അല്ലാതെ മറ്റു ബിദഅത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മസ്അലപരമായ ബിദഅത്തല്ല, വിശ്വാസപരമായിട്ട് തന്നെ പിന്നെ ആകാശത്തിരിക്കുന്ന ഒരു രൂപത്തെ ബിംബത്തൊക്കെ ആരാധിക്കണ വഹാബികളെ പോലെയുള്ള കടുത്ത ബിദഅത്തുകൾ ആയി പോയ ആള് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന ആള് സുന്നിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതിനു മുമ്പ് ആ കാലത്തുള്ള നോമ്പ് നോറ്റ് വീട്ടണോ? അതിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ബിദ്അത്ത് 2 തരം ഉണ്ട് എന്ന് ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബിദ്അത്ത് കൊണ്ട് കാഫിറാവാത്ത അഥവാ ദീനിൽ നിന്ന് പുറത്തു പോവാത്ത ബിദ്അത്തും, ബിദ്അത്തിന്റെ കാരണം കൊണ്ട് ദീനിൽ നിന്ന് ഈമാനിൽ നിന്ന് ഊരിപ്പോയി തെറിച്ചു പോകുന്ന ബിദ്അത്തുമുണ്ട്. അതില് ബിദ്അത്ത് കൊണ്ട് കാഫിറാവാത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് നോമ്പ് ഖളാ വീട്ടുക എന്നുള്ള വിഷയം ഉദിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായി എന്നുള്ള നിലക്ക് തന്നെ നോമ്പ് ശരിയാവുന്നതാണ്. ബിദ്അത്ത് തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വീകാര്യതയും അതിന് പ്രതിഫലം ലഭിക്കുന്നതൊക്കെ വ്യത്യാസങ്ങൾ, നോമ്പ് സഹിയാകും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അവര് പിന്നെ അവരുടെ ബിദ്അത്തൊക്കെ ഒഴിവാക്കി പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നാൽ നോമ്പ് ഖളാ വീട്ടുക എന്നുള്ളതില്ല. അതേസമയം ചില ബിദ്അത്തുകളെ കൊണ്ട് കാഫിറാകും. അത്തരം ബിദ്അത്തുള്ള ആളുകളാണെങ്കിൽ, ബിദ്അത്ത് കൊണ്ട് കാഫിറായ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവര് നോമ്പ് മടക്കേണ്ടി വരും എന്ന് പറയേണ്ടതും ഇല്ലല്ലോ. ഹലോ 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 അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ സക്കാത്ത് പൈസ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. പിന്നെ അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ഇതൊന്ന് വിശദീകരിച്ച് തീർക്കണ്ടേ? മൈക്ക് റിലീസ് ചെയ്യണം. സക്കാത്ത് ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ വരുന്നുണ്ട്. എങ്കിലും ഇപ്പൊ ചോദിച്ചതിന് ഞാൻ മറുപടി പറയുന്നു. സക്കാത്ത് പൈസയായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, സമ്പത്തിന്റെ പൈസയുടെ സക്കാത്താണെങ്കിൽ അത് പൈസയായിട്ട് തന്നെ കൊടുക്കണം. ശരീരത്തിന്റെ സക്കാത്താകുന്ന ഫിത്ർ സക്കാത്ത് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫിത്ർ സക്കാത്ത് ഏത് തടിയെ തൊട്ടാണോ നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്, അത് ആ തടി എവിടെയാണോ ആ രാജ്യത്തെ മുഖ്യ ആഹാരങ്ങളിൽ നിന്ന്, ധാന്യ വസ്തുക്കളിൽ നിന്ന് ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് ക്യാഷായിട്ട് കൊടുത്താൽ വീടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവര് ഫിത്ർ സക്കാത്ത് കൊടുത്തപ്പോ വ്യാപകമായി ദീനാറും ദിർഹമും ഒക്കെ കൈമാറ്റം നടന്നിരുന്ന കാലഘട്ടമാണ്. എന്നിട്ട് അവരാരും
ഫിത്ർ സക്കാത്തിന് ദിർഹമോ ദീനാറോ നൽകിയതായിട്ട് എവിടെയും ഇല്ല എന്നുള്ളതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നെ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ സബീബിൻ എന്ന് പറഞ്ഞ് മുഖ്യ ആഹാര വസ്തുക്കളിൽ നിന്ന് ഒരു സാവ് കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുള്ളത്. ദീനിന്റെ വിഷയങ്ങൾ നബിയിൽ നിന്നുള്ള കൽപ്പന പ്രകാരം എന്നല്ലാതെ നമ്മുടെ യുക്തിക്കനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ അത് നബിയിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് സ്വഹാബത്ത് മുഖേന ലഭിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ നൽകേണ്ടതാണ്. ന്യായ അന്യായങ്ങളൊന്നും ആ വിഷയങ്ങളിൽ പരിഗണിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു PMൽ വന്ന ചോദ്യമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രായപൂർത്തിയാവുന്നത് അറിയുന്നത് അത് നിർണയിക്കുന്നത് എങ്ങനെയാണ്? പൊതുവെ നമ്മുടെ നാട്ടില് സ്കൂളിലൊക്കെ പോണ കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കൾ തന്നെ നിരുത്സാഹപ്പെടുത്തലാണ് നോമ്പൊക്കെ നോക്കുന്നത്. പ്രായപൂർത്തിയായവരായാലും വിഷയമൊന്ന് ഊന്നി പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അതുപോലെ ആൺകുട്ടികളാണെങ്കിലും 15 വയസ്സ് പൂർത്തിയായാൽ ഒരു അടയാളം അതാണ് 15 വയസ്സ് പൂർത്തിയാവുക. മറ്റൊന്ന്, പെൺകുട്ടികൾക്ക് ഹൈല് ഉണ്ടായാൽ അത് മുതൽക്ക് അവരുടെ പ്രായം പൂർത്തിയായി. ആൺകുട്ടികൾക്ക് ഇന്ദ്രിയം പുറപ്പെടുക, അത് ചിലപ്പോൾ 15 വയസ്സിന്റെ മുന്നേയുമാവാം പ്രായം പൂർത്തിയാവും. അത് രണ്ടും 15 വയസ്സ് വരെ ഉണ്ടായിട്ടില്ല എങ്കിൽ 15 വയസ്സ് പൂർത്തിയാവലോടുകൂടി അവരുടെ പ്രായം പൂർത്തിയായി. ബാലിഗ് എന്ന കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാമിൽ പറയുന്ന തക്ലീഫിന്റെ ആ നിബന്ധനയുള്ള സമയം കടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അസമയം കടന്നാൽ അവർക്ക് സ്വയം അത് നിർബന്ധമായി. അത് പ്രായം തികയുന്നതിന്റെ മുന്നേ 7 വയസ്സ് പൂർത്തിയായാൽ, ഇതാ ബലഗ സബ്അ സിനീൻ, 7 വയസ്സ് പൂർത്തിയാവണം. 7 കടന്നാൽ പോരാ, 7 വയസ്സ് പൂർത്തിയായാൽ അവരെ കൊണ്ട് നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും അവർക്ക് സ്വയം അത് നിർബന്ധം ഇല്ല എങ്കിലും അവരോടത് കൽപ്പിക്കല് രക്ഷിതാക്കൾക്ക്, അവരുടെ വലിയകൾക്ക് വാജിബ് നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ 7 വയസ്സായ ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി രക്ഷിതാവ് കൽപ്പിക്കണം, അത് രക്ഷിതാവിന്റെ നിർബന്ധ ബാധ്യതയാണ്. അതുപോലെ നോമ്പ് വെക്കാൻ വേണ്ടി കൽപ്പിക്കണം, രക്ഷിതാവിന്റെ നിർബന്ധ ബാധ്യതയാണ്. കുട്ടി അത് ചെയ്താലുമില്ലെങ്കിലും രക്ഷിതാവ് അവനോട് കൽപ്പിക്കേണ്ടതാണ്, നിബന്ധനയാണ്. അപ്പോ കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ 7 വയസ്സ് പൂർത്തിയായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എങ്കിൽ ആ കുട്ടിക്ക് നോമ്പ് വെക്കാനുള്ള അറിവ് അതിന്റെ മുന്നേ കൊടുക്കണം, ആ കുട്ടിക്ക് നിസ്കരിക്കാനുള്ള അറിവ് അതിന്റെ മുന്നേ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു 5 വയസ്സ് 6 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടിക്ക് മദ്രസയിൽ ചേർത്ത് നിസ്കാരത്തിന്റെ വാജിബുകളും അതിന്റെ ഷർത്തുകളും അതിന്റെ ഫർളുകളൊക്കെ പഠിപ്പിക്കാൻ രക്ഷിതാവിന് ബാധ്യതയാണ്. നോമ്പിന്റെ നിബന്ധനകൾ പഠിപ്പിക്കൽ ബാധ്യതയാണ്. അപ്പോൾ 1 or 2 വർഷമാകുമ്പോഴേക്ക് നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ ഏകദേശ ധാരണ ഈ കുട്ടിക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് ആ ഇൽമ് പഠിപ്പിക്കല് അതിന്റെ മുന്നേ രക്ഷിതാവിന് നിർബന്ധമായി. 7 വയസ്സാകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് കൽപ്പിക്കല് നിർബന്ധമാണ്. 10 വയസ്സാകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, അതിനെ പരിശീലിപ്പിക്കുക എന്നുള്ള നിലയിൽ നോമ്പും അതുപോലെ നിസ്കാരവും ശറഈയായ ഇസ്ലാമിലെ ശരീഅത്തുൽ ഇസ്ലാമിലെ മറ്റ് നിയമങ്ങളൊക്കെ ഈ കുട്ടി പരിശീലിക്കണം എന്നുള്ള നിലയിൽ 10 വയസ്സായാൽ ഉപദേശം കർക്കശമാക്കലോടുകൂടെ ആ ഉപദേശിക്കുകയും ആ ഉപദേശം കർക്കശമാക്കുകയും വേണം. ആ കർക്കശമാക്കുന്നതിന്റെ ഭാഗമാണ് മുറിയാവാത്ത അടിക്കണം എന്ന് വരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രായം തികഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ ബാധ്യതയാണ്. എങ്കിലും റഷീദായി പ്രായം തികഞ്ഞാലാണ് കുട്ടിയുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് തന്റെ ഇടത്തോടുകൂടെ പ്രായം തികഞ്ഞ, അപ്പൊ തന്റെ ഇടം എന്നിട്ടില്ലെങ്കിൽ അപ്പോഴും രക്ഷിതാവ് അത് ശ്രദ്ധിക്കുകയും ആ കുട്ടിയെ ഉപദേശിക്കുകയും ചെയ്യേണ്ടതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ളുഹർ നമസ്കാരത്തിൽ 4 റക്അത്ത് കഴിഞ്ഞു, സലാം വീട്ടി, അപ്പോൾ
ഒരാൾക്കോ രണ്ടുപേർക്കോ സംശയമുണ്ട്, അതായത് 4 റക്അത്ത് നമസ്കരിച്ചോ അതോ ഇല്ലയോ, അതോ 3 റക്അത്ത് മാത്രമേ നമസ്കരിച്ചോളൂ. പക്ഷേ മറ്റുള്ളവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 4 റക്അത്ത് നമസ്കരിച്ചു. എന്നാലും നമ്മൾക്ക് ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് വിധി? മൈക്ക് റിലീസ്. നിസ്കാരം അത് 4 റക്അത്തുള്ളത് അവന് 2, 3, 4 നിസ്കരിച്ചത് എന്ന് സംശയം വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് പിടിച്ചിട്ട് ബാക്കി റക്അത്ത് കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് പിടിക്കുക, എന്നിട്ട് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുക എന്നാണ് നമുക്ക് തന്നെ നമ്മുടെ സംശയം, നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഉള്ളത് എങ്കിൽ ചെയ്യേണ്ടത്. ഏതായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഹലോ ഉസ്താദ്, ഒരു സംശയം കൂടെ. ഇവിടെ തറാവി നിസ്കരിക്കുന്ന 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് വിത്ർ നമസ്കാരം 3 റക്അത്ത് നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കുന്ന പോലെ പിന്നെ കൂട്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. പിന്നെ 3ാമത്തെ റക്അത്തിൽ നമ്മൾ കുനൂത്തിന് പകരം ഈ 20 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരുന്നിട്ട് പിന്നെ ദുആർക്കാണ് ചെയ്യണത്. ഇത് പിന്നെ ശരിയാണോ അല്ലേ എന്നുള്ളതൊന്ന് മൈക്ക് റിലീസ് ചെയ്യണം. നിങ്ങളെ ചോദ്യം കൂടുതൽ എനിക്ക് വ്യക്തമായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നു. ആ വിത്ർ ഒന്നിച്ച് മഗ്‌രിബ് പോലെ 3ഉം ഒന്നിച്ചാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ പറ്റുമോ എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഗ്‌രിബ് പോലെ വിത്ർ 3ഉം ഒന്നിച്ച് നിസ്കരിക്കുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് അഭികാമ്യമല്ല എന്നാണ്. അത് അഭിലഷണീയമല്ല. 2 റക്അത്ത് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് തനിച്ചായിട്ട് നിസ്കരിക്കുക. 3ഉം കൂടി ഒന്നിച്ച് നിസ്കരിക്കുന്നത് മഗ്‌രിബിനോട് സാദൃശ്യപ്പെടുത്തലാണ്. അത് നല്ലതല്ല എന്ന് ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേസമയം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം 3ഉം ഒന്നിച്ച് നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടത് ആ അഭിപ്രായം, ആ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാകാം. ആ മദ്ഹബിൽ അത് തെറ്റില്ല. അതിന് 2 കൂട്ടർക്കും അവരുടേതായ ഹദീസുകളും വീക്ഷണങ്ങളുമുണ്ട്. അർഹരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഗവേഷണപടുക്കളായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് അങ്ങനെ ഹദീസുകളിൽ ഗവേഷണം നടത്താൻ അർഹതയുള്ളതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിനെ മാനിച്ച് ഒരു വിഭാഗം ചെയ്യുന്നതിനെ എതിർക്കേണ്ടതുമില്ല. അത് അവരുടേതായ വീക്ഷണപ്രകാരമാണ് എന്നേ ഉള്ളൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച്, ആ വീക്ഷണമനുസരിച്ച് അമലുകൾ ചെയ്യുന്നവര് 2ഉം 1ഉം വെവ്വേറെയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ വിത്തർ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ വിത്തർ നമസ്കാരത്തില് 2 റക്അത്ത് സലാം വീട്ടി പിന്നെ 1 റക്അത്ത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേറെ വേറെ നമസ്കരിക്കുകയാണെങ്കിൽ നിയ്യത്ത് 1 മതിയോ? മൈക്ക് റിലീസ്. നിയ്യത്ത് 1 മതിയാകുന്നതല്ല. കാരണം 2 റക്അത്തിന്റെ നിയ്യത്ത് നമ്മൾ ആദ്യം വെച്ചു, സലാം വീട്ടലോടുകൂടെ അതിൽ നിന്ന് പിരിഞ്ഞു. ഇനി രണ്ടാമത് 1 റക്അത്ത് നിസ്കരിക്കുന്നത് തുടങ്ങുകയാണ്. അപ്പൊ അതിന് വേറെ നിയ്യത്ത് വെക്കേണ്ടതാണ്. നിയ്യത്ത് വെവ്വേറെ വേണം. ഉദാഹരണത്തിന് വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് 2 റക്അത്തിന് നിയ്യത്ത് വെച്ചു. പിന്നെ 1 റക്അത്തിന് സലാം വീട്ടിയതിനു ശേഷം 1 റക്അത്തിന് വേറെ നിയ്യത്ത് വെക്കണം. തറാവീഹും അങ്ങനെ തന്നെയാണ്. തറാവീഹ് നമ്മൾ 20 റക്അത്ത് ഉണ്ട്. ആ 20 റക്അത്തിൽ ഈ 2 റക്അത്തിൽ സലാം വീട്ടൽ നിർബന്ധമാണ് തറാവീഹിന്. ഓരോ ഈ 2 റക്അത്തിലും സലാം വീട്ടി അങ്ങനെ 10 സലാമോട് കൂടെ ആണ് 20 റക്അത്ത്. അങ്ങനെ ഓരോ ഈ 2 റക്അത്തിലും സലാം വീട്ടുമ്പോഴും ഓരോ ഈ 2 റക്അത്തിനും നിയ്യത്ത് സെപ്പറേറ്റ് ആയി വെവ്വേറെ വെക്കേണ്ടതാണ്. അപ്പൊ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കാരം
ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. ഇങ്ങനെ ഓരോ 2 റക്അത്തിലും കരുതേണ്ടതാണ്. അതുപോലെ വിത്തറിനും സലാം വീട്ടിയാൽ അത് കഴിഞ്ഞു, പിന്നെ തൊട്ടടുത്തുള്ളതിന് വേറെ നിയ്യത്ത് വെക്കേണ്ടതാണ്. ഒരു PM-ൽ വന്ന ചോദ്യമാണ്. ഇപ്പോ ഖളാ വീട്ടുന്നതിനോടൊപ്പം മുദ് കൂടി കൊടുക്കൽ നിർബന്ധമായ പിന്നെ നോമ്പ്, അതിന്റെ നോമ്പ് ഖളാ വീട്ടി, അടുത്ത റമദാന് മുമ്പ് നോമ്പ് ഖളാ വീട്ടി, പക്ഷെ മുദ് കൊടുത്തില്ല, ആ റമദാൻ വിട്ട് കടന്നു. അപ്പൊ ഇനി ആ റമദാൻ കഴിഞ്ഞ് ആ മുദ് ഒരു മുദ് മാത്രം കൊടുത്ത് വീട്ടിയാൽ മതിയോ, അല്ലെങ്കിൽ വീണ്ടും നോമ്പും കൂടി ഖളാ വീട്ടണോ, അല്ലെങ്കിൽ മുദ് അധികരിപ്പിക്കണോ എന്നാണ് സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുദ് നിർബന്ധമായ നിലയിലുള്ള ഖളാ ആയ നോമ്പ്, അത് അടുത്ത റമദാനിന്റെ മുന്നേ നോമ്പ് ഖളാ വീട്ടി മുദ് അപ്പോ കൊടുത്തില്ല, അത് ഒരു വർഷത്തെ തൊട്ട് പിന്തിപ്പിച്ചാൽ ആ മുദ് പിന്നെ ഇരട്ടിയാക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുന്നു. അത് ഇരട്ടിയാക്കേണ്ടതില്ല, മുദ് ഒന്ന് തന്നെ കൊടുത്താൽ മതി. നോമ്പ് മതിയായ കാരണങ്ങളില്ലാതെ അടുത്ത റമദാനിനെ തൊട്ട് പിന്തിപ്പിച്ചാലാണ് നോമ്പിന് മുദ് എണ്ണമായി വരുന്നത്. അതേസമയത്ത് മുദ് നിർബന്ധമായത് എത്ര വർഷം പിന്തിപ്പിച്ചാലും ആ മുദ് വർദ്ധിപ്പിക്കേണ്ടതില്ല, അത് ഒരു മുദ് തന്നെയാണ് കൊടുക്കേണ്ടത്. നോമ്പ് വർഷങ്ങൾ പിന്തിപ്പിക്കുന്നതിനനുസരിച്ച് മുദ്ദുകളുടെ എണ്ണം കൂടുമെന്നല്ലാതെ നോമ്പ് ഖളാ ആക്കി അതിന്റെ പേര് മുദ് നിർബന്ധമായതുണ്ടെങ്കിൽ ആ മുദ് പിന്തിപ്പിച്ചാൽ മുദ്ദിന് എണ്ണം വർദ്ധിപ്പിക്കേണ്ടതില്ല. ഉദാഹരണത്തിന് വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ശമനം പ്രതീക്ഷയില്ലാത്ത രോഗിയോ ആണ് എങ്കിൽ അവര് മുദ്ദാണ് കൊടുക്കേണ്ടത്. ആ മുദ്ദ് അവർ എത്ര വർഷം പിന്തിപ്പിച്ചാലും ഒരു മുദ്ദ് തന്നെയാണ് ഒരു നോമ്പിന് കൊടുക്കേണ്ടതുള്ളൂ. അസ്സലാമു അലൈക്കും. ഒരു നിത്യരോഗിയാണെങ്കിൽ അയാള് നോമ്പ് നോൽക്കാൻ കഴിയില്ല, അപ്പൊ അയാൾ മുദ്ദ് കൊടുക്കണം. ആ മുദ്ദ് കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്താ ചെയ്യുക? മൈക്ക് റിലീസ് ചെയ്യും. നിത്യരോഗിയായ ആളോ വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ടോ ഒക്കെ നോമ്പ് നിർബന്ധമായവർക്ക് മുദ്ദാണ് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞത് തന്നെ ഇൻകാന മൂസിറൻ, അവര് ആ സമയത്ത് സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുദ്ദ് നിർബന്ധമാകുന്നുള്ളൂ. സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ അവർക്ക് മുദ്ദും നിർബന്ധമാകുന്നില്ല. വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട്, അതുപോലെ മതിയായ ശമനം പ്രതീക്ഷയില്ലാത്ത രോഗി, അവർക്കൊക്കെ മുദ്ദ് നിർബന്ധമാകും എന്ന് പറഞ്ഞത് തന്നെ ഇൻകാന മൂസിറൻ, കഴിവുണ്ടെങ്കിലാണ്. കഴിവില്ലെങ്കിൽ അവർക്ക് മുദ്ദ് നിർബന്ധമാകുന്നില്ല. അതേസമയത്ത് മറ്റ് കാരണങ്ങളെ കൊണ്ട് മുദ്ദ് നിർബന്ധമായത്, ആ മുദ്ദ് അവര് എപ്പോഴാണോ കഴിവുണ്ടാവുന്നത് അപ്പോൾ കൊടുത്തു വീട്ടേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്റെ സംശയം, ഇവിടെ തറാവീഹ് പള്ളികളിൽ 8 റക്അത്ത് നിസ്കരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മള് 8 റക്അത്താണ് തറാവീഹ് എന്നുള്ള ഉദ്ദേശത്തിൽ നിസ്കരിക്കുന്ന ഇവരോടൊപ്പം 8 നിസ്കരിച്ചിട്ട് ബാക്കി 12 റൂമിൽ പോയി പൂർത്തിയാക്കുന്നതാണോ നല്ലത്? അതല്ല മുഴുവനും നമ്മൾ റൂമിൽ നിന്ന് തന്നെ ഒറ്റക്ക് 20 റക്അത്ത് നിസ്കരിക്കുന്നതാണോ? ഏതാണതിൽ ഉത്തമം എന്നാണ് ചോദ്യം. മൈക്ക് ഫ്രീ. തറാവീഹ് അത് 20 റക്അത്താണ്, അതിലാർക്കും സംശയമില്ല. 4 മദ്ഹബിന്റെ ഇമാമുകളും ഇജ്മാഅ് ഏകോപിച്ച ഇത്തിഫാഖ് ആയ മസ്അലയാണ്. തറാവീഹ് 20 8 എന്ന് അംഗീകരിക്കപ്പെട്ട ആർക്കും വാദമില്ല. അതുകൊണ്ട് തന്നെ കാലകാലങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് ഇന്നോളം മക്ക മദീന 2 ഹറമൈനി, ആ ഹറമുകളിലൊക്കെ ഇന്നേ വരെ തറാവീഹ് 20 ചുരുങ്ങാതെ നടന്നു വരുന്നു. 20 ചുരുങ്ങാത്ത തറാവീഹ്
രണ്ട് അറമിലും നടന്നു വരുന്നു. ആ രണ്ട് അറമിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണല്ലോ ഈ രാജ്യം ഭരിക്കുന്ന നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തറാവീഹ് 20 പാടില്ല എന്ന വാദം ഇവർക്കും ഇല്ല. പിന്നെ സൗകര്യത്തിനനുസരിച്ച് 8 കഴിയുന്ന, കാരണം സുന്നത്തായ നിസ്കാരമാണ്, വളരെ പ്രതിഫലമുള്ളതാണ്. കഴിയുന്നവർ 20 തന്നെ നിസ്കരിക്കും. അതേ സമയത്ത് ഒരാൾക്ക് 4 റക്അത്താണ് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടത് എങ്കിൽ അതവന് നിസ്കരിക്കാം. 8 സൗകര്യപ്പെട്ടത്, അത് നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും. 12 സൗകര്യപ്പെട്ടത്, അത് നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടി. അങ്ങനെ 20 വരെ നിസ്കരിക്കാം. ആ 20 വരെ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇവിടത്തെ ഔദ്യോഗികമായിട്ട് ഇവർക്കും വാദമില്ല എന്നാണ് നമ്മൾ ഈ അർമേനിയയിലുള്ള വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടരപ്പെടാൻ പറ്റുന്ന ഇമാമാണ് എങ്കിൽ മറ്റ് നിസ്കാരങ്ങളൊക്കെ തുടരുന്നത് പോലെ ഈ വിഷയത്തിനും ആ 8 റക്അത്ത് നമ്മൾ തുടർന്നു, അതിന്റെ ജമാഅത്ത് നമുക്ക് ലഭിച്ചു. ബാക്കി നമുക്ക് പിന്നീട് വീട്ടിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ സൗകര്യം പോലെ നിസ്കരിച്ച് വീട്ടാവുന്നതാണ്. അതായിരിക്കും അഭികാമ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ സംശയം, നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ, റമദാൻ നോമ്പിന് നെയ്യത്ത് വെക്കുമ്പോൾ സാധാരണ നമ്മൾ നാളത്തെ നോമ്പിന് എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മളുടെ ഹിജ്രി അറബി മാസ കണക്ക് പ്രകാരം മാരിഭാവുന്ന സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ പിറ്റത്തെ ദിവസമായി. അപ്പൊ അന്നത്തെ പകലിലാണ് നമുക്ക് നോമ്പ് വരുന്നത്. അപ്പൊ നമ്മൾ നാളെ ഒന്ന് ഈ നെയ്യത്ത് വെക്കുന്നത് എന്താണ് അതിന്റെ ഒരു വിധി? ഇനിയിപ്പോ നമുക്ക് ഇംഗ്ലീഷ് കണക്കാണെങ്കിലും രാത്രി 12 മണിക്ക് ശേഷം പിറ്റത്തെ ദിവസമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ അത്താഴത്തിനൊക്കെ നെയ്യത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പ് ഒന്ന് നെയ്യത്ത് വെക്കേണ്ടതുണ്ടോ? അതെന്താണ് അതിന്റെ ഒരു മസല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവൈത്തു സൗമ ഗദിൻ. ഗദ് എന്ന് പറയുന്ന ഒരു പദമാണ്. നാളെ എന്നാണ് അതിന് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യാറുള്ളത്. അതിന് നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ നാളെ എന്ന് പറയും. ഗദ് എന്ന് പറഞ്ഞാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജില്, അതുപോലെ തന്നെ വലിയ ഗവേഷണ പടുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഇസ്ലാമിന്റെ ഖുർആനിന്റെ ഹദീസുകളുടെ അകവും പുറവുമൊക്കെ അറിയുന്ന വലിയ വലിയ മഹാന്മാര്, അവരൊക്കെ ഈ അസ്തമനമായാൽ രാത്രിയായി, അതുപോലെ തന്നെ അറബ് പ്രകാരം ഹിജ്റ നമ്മുടെ അറബ് പ്രകാരം തന്നെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ലൈലത്ത് എന്ന് പറയുന്നത് അസ്തമനം മുതൽക്കായി എന്നറിയുന്നവരാണല്ലോ. അവർ തന്നെയാണ് ആ വാചകം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തുടർന്നു വരുന്ന പകല് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ എന്നുള്ള പദപ്രയോഗത്തിന്റെ അർത്ഥം തന്നെ തൊട്ട് അടുത്ത് തുടർന്നു വരുന്ന പകല് എന്നാണ്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതെയായി. നാളെ എന്ന് പറഞ്ഞാൽ അത് രാത്രി 12 മണിന്റെ ശേഷമായാലും മഗ്‌രിബിന്റെ ശേഷം 2 കലണ്ടർ പ്രകാരമാണ് എങ്കിലും 2 വിധി പ്രകാരമാണ് എങ്കിലും ഗദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തൊട്ടടുത്ത് വരുന്ന പകല് എന്നാണ്. അതിന് നമ്മൾ നാളെ എന്ന് പറയുന്നു എന്നർത്ഥം. നാളെ എന്ന് പറഞ്ഞാലും രാത്രി പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പകല് എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നിയ്യത്തിന് യാതൊരു തകരാറും ഇല്ല. അങ്ങനെ ആ നിയ്യത്തിന് തകരാറുണ്ട് എന്ന് ഇപ്പോൾ അടുത്ത് ഞാനൊരു ത്വരീഖത്ത്, ഒരു വലിയൊരു ഷെയ്ഖ് അങ്ങനെ പറയുന്നതായിട്ട് അദ്ദേഹത്തിന്റെ മുരീദുമാരെന്നോട് പറഞ്ഞു. ഷെയ്ഖ് എന്ന് പറഞ്ഞാല് ആത്മീയ രംഗത്ത് ഇപ്പൊ കുറെ ചൂഷണങ്ങൾ നടക്കുന്ന രൂപത്തിൽപ്പെട്ട ഒരു ഷെയ്ഖ്. അപ്പോ അങ്ങനെ ചില ആളുകളൊക്കെ ഗദ് എന്നുള്ള ഭാഷാർത്ഥമൊക്കെ പിടിച്ച് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭാഷാർത്ഥവും അറിയില്ല, ഇസ്ലാമിക ഫിഖിലെ സാങ്കേതിക അർത്ഥവും അറിയില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു തഖത്വബ എന്നാണ്, ഒരു കാലഘട്ടത്തിന്റെ കുതുബായിരുന്നു. ത്വരീഖത്തിന്റെ രംഗത്തെ കുതുബ് എന്നുള്ള പദം അലങ്കരിച്ച വലിയ മഹാനായിരുന്നു ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി റളിയല്ലാഹു അൻഹു ഒക്കെയാണ് ഇതുപോലുള്ള അവിടുത്തെ മിൻഹാജിലൊക്കെ ഗദ് എന്നുള്ള പദം തന്നെ പറഞ്ഞ് നിയ്യത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മറികടക്കുന്ന നിലക്ക് ഇപ്പോ ഉള്ള ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ ആത്മീയ ചൂഷകന്മാരാണ് ഇത്തരം ചില സംശയങ്ങളൊക്കെ വലിച്ചിടുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കർമ്മശാസ്ത്ര രംഗത്തോ ആത്മീയ രംഗത്തോ പ്രവർത്തിക്കുന്ന ഒരു ഇമാമുമാർക്കും അതിൽ ഇന്നേ വരെ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. എന്റെ
ചോദ്യം പിന്നെ മുത്ത് കൊടുക്കുന്നതിന് പകരം ഭക്ഷണം കൊടുത്താൽ മതിയോ എന്നാണ് ചോദ്യം. കാരണം ചില ആൾക്കാരൊക്കെ 30 ദിവസം മുത്തിന് പകരം ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കേൾപ്പിക്കാറുണ്ട്. അങ്ങനെ അത് പറ്റുമോ എന്നാണ് ചോദ്യം. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ വഹാബികളൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് നേരത്തെ ബാങ്ക് കൊടുക്കുന്നു മഗ്‌രിബ്. ആ അത് പ്രകാരം നോമ്പ് തുറക്കാൻ പറ്റുമോ എന്നാണ് അടുത്തത്. ഈ മുദ്ര കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇത്ആമ് ഭക്ഷിപ്പിച്ചാൽ മതിയാകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇപ്പോ ജിമാഅ് കൊണ്ട് ഒരാൾ റമളാനിന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തിയാൽ ആ നോമ്പിന് ഒന്നിരിക്കൽ മുഅ്മിനായ അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ തുടരെ 2 മാസം നോമ്പ് വെക്കണം, അല്ലെങ്കിൽ ഇത്ആമു 60 മിസ്കീന എന്ന് ഖുർആൻ പറയുന്ന 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഫയിലൊക്കെ പറഞ്ഞത് കാണാം. അവിടെ ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ മതിയാകുന്നതല്ല, ഉണ്ടാക്കി കൊടുത്താൽ മതിയാകുന്നതല്ല, അത് ധാന്യങ്ങളോ അതുപോലെ തന്നെ അരി പോലുള്ള മുഖ്യ ആഹാര സാധനങ്ങൾ നൽകുക തന്നെ വേണം എന്ന് പറഞ്ഞത് കാണാം. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതിയാകുന്നതല്ല. അതുപോലെ 3 മിനിറ്റ് മുന്നേ 4 മിനിറ്റ് മുന്നേ ഒക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് മഗ്‌രിബിന്റെ മുന്നേ ബാങ്ക് കൊടുക്കല്, അത്താഴത്തിന്റെ സമയത്ത് ഒരു 2-3 മിനിറ്റ് പിന്തിപ്പിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് സമൂഹത്തെ വഞ്ചിക്കലാണ്. കാരണം ഈ വിദേത്തുകാര് അങ്ങനെ ചെയ്യാനുള്ള കാരണം അവര് എല്ലാ രംഗത്തും ഹദീസിന്റെ പ്രത്യക്ഷ ഭാഗങ്ങൾ ഗവേഷണ പടുക്കളായ അർഹരായ മുഹദ്ദിസുകളോ ഇമാമുകളോ അവരുടെയൊക്കെ വിശദീകരണങ്ങൾ തള്ളിക്കൊണ്ട് ഹദീസുകളുടെ പ്രത്യക്ഷമായ അർത്ഥം മാത്രം മനസ്സിലാക്കി സ്വന്തമായി ചില നിയമങ്ങൾ നിർമ്മിച്ച അതിൽ പെട്ടതാണ് ഈ നിയമവും. അഥവാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലാ യസാലുൻ നാസു ബി ഖൈരിൻ മാ അജ്ജൽ ഫിത്ര. എന്റെ സമൂഹം അവർ ഖൈറിലാണ് ഫിത്റിനെ നോമ്പ് തുറക്കലിനെ ഉളരിപ്പിക്കുന്ന കാലത്തോളം എന്നൊരു ഹദീസ് കാണാം. ആ നോമ്പ് തുറക്കലിനെ ഉളരിപ്പിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ നോമ്പിൻ തുറക്കുന്ന സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നോമ്പ് തുറക്കലിനെ പിന്തിപ്പിക്കരുത്. സമയം കടന്ന് എന്ന് യഖീൻ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏർപ്പാടുകളിലൊക്കെ തുനിയാതെ സമയം കടന്നാൽ അസ്തമനമായാൽ ഉടനെ നോമ്പ് തുറക്കലാണ് ആ ഹദീസ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അസ്തമനത്തിന്റെ മുന്നേ നോമ്പ് തുറക്കലിനെ ഉളരിപ്പിക്കുക എന്നുള്ളത് അല്ല. ലാ യസാലുൻ നാസു ബി ഖൈരിൻ മാ അജ്ജലിൽ ഫിത്ര എന്ന് പറഞ്ഞാൽ സമയം കടന്നാൽ പിന്നെ പിന്തിക്കരുത്, പിന്നെ ഉടനെ എന്ത് ചെയ്യണം, നോമ്പ് തുറക്കണമെന്ന്. അവിടെ ഇവർ മനസ്സിലാക്കിയത് മാ അജ്ജലിൽ ഫിത്ര സമയമാകുന്നതിന്റെ മുന്നേ ഉടനെ ഉളരിപ്പിച്ചുകൊണ്ട് നോമ്പ് തുറന്ന കൂലിണ്ടെന്ന. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം മനസ്സിലാക്കാതെ ഇമാമുകൾ പറഞ്ഞ അതുപോലെ മുഹദ്ദിസുകൾ പറഞ്ഞ ആ അർത്ഥങ്ങളൊക്കെ തള്ളി സ്വന്തമായി അർത്ഥം വെച്ചുകൊണ്ട് നിയമം നിർമ്മിച്ചതാണ് ബാങ്ക്. അവരെന്ത് ചെയ്യും, അസ്തമനത്തിന്റെ 2-3 മിനിറ്റ് മുന്നാണ് കൊടുക്കുന്ന ഉളരിപ്പിച്ചല്ലോ. അതുപോലെ ലാ യസാലുൻ നാസു ബി ഖൈരിൻ മാ അഖറ സുഹൂർ, സുഹൂറിനെ അത്താഴത്തിനെ പിന്തിപ്പിക്കണം കഴിയുന്ന അത്രയും എന്നാണ് ഹദീസിലുള്ളത്. ആ കഴിയുന്ന അത്രയും എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ അത് ജീവിതത്തിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നബിതങ്ങൾ അത്താഴം കഴിച്ച് പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയം ഉണ്ടാവാറുള്ളത് ഏകദേശം 50 വിശുദ്ധ ഖുർആനിൽ നിന്ന് 50 ആയത്തുകൾ ഓതുന്ന പാരായണം ചെയ്യുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്യുന്ന അത്രയും സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിപ്പിക്കാറുണ്ടെന്നാ, അതിനപ്പുറം പിന്തിപ്പിക്കൂല. അപ്പൊ ഫജ്ർ ആയിട്ടില്ല എന്ന് ഉറപ്പ് വേണം. അതിന്റെ മുന്നേ എത്രയും അതിന്റെ അടുത്തുവരെ പിന്തിപ്പിക്കാം, ഖുബൈലൽ ഫജ്ർ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും നമുക്കുണ്ട്. അതുണ്ടായിരിക്കെ അത്താഴത്തിന് കഴിയുന്നത്ര പിന്തിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഫജ്ർ ആയാലും പ്രഭാതമായാലും പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കുക. ആളുകൾ ഭക്ഷണം കഴിച്ചോട്ടെ, കാരണം പിന്തിപ്പിച്ച കൂലിയുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും പിഴച്ച ഗവേഷണത്തിന്റെ ഫലമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കലാണ്. കാരണം ബാങ്ക് എന്ന് പറയുന്നത് സമയം കടന്നിട്ടുണ്ട് എന്ന് അറിയിക്കലാണ്. അത് നീതിമാനായ ഒരാള് അങ്ങനെ സമയം കടന്നു എന്ന് അറിയിച്ചാൽ ആ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞേ കാണാം,
വയജൂസുൽ ഫിത്റു നോമ്പ് തുറക്കൽ അനുവദനീയമാണ് ബി ഖബരി അദിലിൻ നീതിമാനായ ഒരാള് സമയം കടന്നിട്ടുണ്ട്, അസ്തമനം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിശ്വസ്തനായ ആളെ അവലംബിച്ചുകൊണ്ട് നോമ്പ് തുറക്കാമെന്നാണ്. അതനുസരിച്ചാണ് മുസ്ലിം സമൂഹം അസ്തമനം കടന്ന് എന്ന് ഇന്ന് മനസ്സിലാക്കുന്നത് ബാങ്കിലൂടെയാണ്. അല്ലാതെ ബാങ്ക് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല നോമ്പ് തുറക്കാൻ, സമയം ആയാൽ മതി. സമയമായി ഒരു സ്ഥലത്ത് ആരും ബാങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അന്ന് നോമ്പ് തുറക്കണ്ടെന്നൊന്നുമില്ല. പിന്നെയോ ഈ ബാങ്ക് ഒരു അടയാളമായിട്ട്, സമയം കടന്നു എന്ന് അറിയാനുള്ള ഒരു അടയാളമായിട്ട് ഇന്ന് മുസ്ലിം സമൂഹം സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ വിശ്വസ്തനായ ഒരാള് സമയം കടന്നു എന്നറിയിച്ചാൽ നോമ്പ് തുറക്കാവുന്നതുമാണ്. ആ വിശ്വാസ്യതയെ തകർക്കുന്ന നിലക്ക് വഞ്ചിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇബാദത്തിനെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാ വിഷയങ്ങളിലും വിദേഹത്തുകാർ ചെയ്യുന്നത് പോലെ ഈ രംഗത്തും ഉള്ളത് എന്ന് എന്റെ വിശ്വാസികളായ ശ്രോതാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത്തരം വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് നേരത്തെ മുദ്ദിന്റെ കാര്യം വിശദീകരിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ ഒരാൾക്ക് സംശയം തീർന്നിട്ടില്ല. അതായത് ഒരു സ്ത്രീ 15 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് നോമ്പ് ഖളായിരുന്നു, പ്രസവത്തിനോടനുബന്ധിച്ച് നോമ്പ് ഖളായിരുന്നു. പിന്നീട് അതങ്ങനെ അതിൽ ഉപേക്ഷിച്ചിട്ട് വലിയൊരു ശ്രദ്ധ കൊടുക്കാതെ ഇപ്പൊ 15 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ആ നോമ്പ് നോൽക്കാൻ അവർക്ക് തോന്നുന്നതും നോൽക്കാൻ തീരുമാനിക്കുന്നതും. അപ്പോൾ എത്ര മുദ്ദ് കൊടുക്കേണ്ടി വരും? ആ മുദ്ദ് ഖളാ ഇത്രയും 15 വർഷത്തിന് എങ്ങനെ കൊടുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞാലും. അതുപോലെ വേറൊരു ചോദ്യമുണ്ട്, സുന്നത്തായ ഉംറക്കോ ഹജ്ജിനോ വേണ്ടിയിട്ട് ഒരു കൂട്ടം സ്ത്രീകളോടൊപ്പമോ അല്ലെങ്കിൽ ഫാമിലികളോടൊപ്പമോ ഒരു സ്ത്രീക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇങ്ങനെ 2 ചോദ്യങ്ങളാണ്. മൈക്ക് ഫ്രീ. പതിനഞ്ച് വർഷം മുന്നേ പ്രസവത്തിന്റെ കാരണം കൊണ്ട് അന്ന് നോമ്പ് ഒഴിവാക്കി. ആ നോമ്പ് പിന്നീട് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. പ്രസവത്തിന്റെ കാരണം എന്നുള്ള നിലയിൽ പിന്തിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് മുദ്ദില്ല. അതേ സമയത്ത് റമദാൻ അടുത്ത റമദാനിനെ തൊട്ട് പിന്തിപ്പിക്കുക കാരണമില്ലാതെ എന്നുള്ളത് കൊണ്ട് ഒരു നോമ്പിന് പിന്തിപ്പിച്ചതിന് ഒരു മുദ്ദ് കൊടുക്കണം. അപ്പൊ 15 വർഷം മുന്നെയാണ്, കഴിഞ്ഞതിന് ശേഷമാണ് നോമ്പ് ഖളാ വീട്ടുന്നത് എങ്കിൽ ഓരോ നോമ്പിനും ആദ്യത്തെ വർഷത്തേതിന് 15 നോമ്പ്, 15 വർഷമാകുമ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള 14 വർഷം 14 മുദ്ദ്, തൊട്ടടുത്തുള്ളത് 13 മുദ്ദ്, ഇങ്ങനെ കണക്ക് കൂട്ടി മൊത്തത്തിൽ എത്ര മുദ്ദ് വരുന്നു എന്നുള്ള അടിസ്ഥാനം നോക്കിക്കൊണ്ട് തന്നെ അത് മുദ്ദ് നൽകേണ്ടതാണ്. നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഒരു വർഷത്തിന് ഒരു മുദ്ദ് എന്നുള്ള തോതില് ഓരോ വർഷത്തിനും കൂട്ടുമ്പോൾ 15 വർഷത്തിന്റെ ശേഷമാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ആദ്യത്തേതിന് 15 മുദ്ദ് വരുന്നു, പിന്നുള്ളതിന് 14 മുദ്ദ്, പിന്നെ 13 മുദ്ദ്, അങ്ങനെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന മുദ്ദുകളാണ് അതിന് നൽകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ രണ്ടാമതെന്തോ ചോദിച്ചല്ലോ, 2 കഴിഞ്ഞ് നിൽക്കുമ്പോ ഒന്ന് പറയുമ്പോഴത്തേന് മറ്റോ മറന്നു പോവുകയാണ്. ആ രണ്ടാമത്തെ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുക. അപ്പൊ മുദ്ദ് അങ്ങനെ അത് ഇനി കൂടുതൽ അതിന്റെ കൃത്യമായ കണക്ക് ഇപ്പൊ ഇതിലൂടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ലല്ലോ. അത് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഉസ്താദുമാരോ ആരുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ടിട്ട് അതിന്റെ കൃത്യമായ മുദ്ദിന്റെ കണക്ക് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ മറ്റാനുമായി ക്ലാസ് റൂം അല്ലാത്ത സമയത്ത് ബന്ധപ്പെടുമ്പോൾ അതിന്റെ കൃത്യമായ മുദ്ദുകളുടെ എണ്ണം കണക്കുകൂട്ടി തരാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈറക്സ് പ്രശ്നം കൊണ്ടാണ് കുറെ നേരം ഞാൻ കൈപൊക്കി നിൽക്കുന്നത്, വീണ്ടും കട്ടാകുകയാണ്. ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എനിക്ക് സംശയം, നിസ്കാര സമയത്ത് നേരിയ കഫങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ അഥവാ പെട്ടെന്ന് അറിയാത്ത രൂപത്തിൽ അത് ഇറങ്ങിപ്പോയാൽ നിസ്കാരം നോമ്പ് മുറിയോ എന്നുള്ളതാണ് സംശയം. പിന്നെ വേറൊരു സംശയം കൂടി ഉണ്ട്, അത് ഉസ്താദ് ഇതിന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. അസ്സലാമു അലൈക്കും. കഫം അത് വായയുടെ ഉള്ള് എന്ന് പറഞ്ഞാൽ ഉള്ളി എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ വായയുടെ പരിധിയുടെ ഹ എന്നുള്ള അക്ഷരം, ആ അക്ഷരത്തിന്റെ മഖ്റജിന്റെ അപ്പുറവും ഇപ്പുറവുമാണ്
നോമ്പ് മുറിയുന്ന സ്ഥലത്ത് ഉള്ളിന്റെയും ലാഹിർ പുറത്തിന്റെയും പരിധിയായിട്ട് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഹ എന്നുള്ള അക്ഷരത്തിന്റെ മഹ്റജിന്റെ പരിധിയുടെ ഇപ്പുറത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ബോധപൂർവമാണ് എങ്കിൽ നോമ്പ് മുറിയും. അത് കഫമാണ്, അല്ലെങ്കിൽ അതുപോലുള്ള തുപ്പുനീരല്ലാത്ത, നമ്മുടെ വായയാണ് തുപ്പുനീരിന്റെ ഉറവിടം, അവിടെ നിന്നുണ്ടായ തുപ്പുനീര് അല്ലാത്ത മറ്റ് തടിയുള്ള വസ്തുക്കൾ ബോധപൂർവം ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും. അറിയാതെ ഭക്ഷണം കഴിച്ചാൽ തന്നെ നോമ്പ് മുറിയുന്നതല്ല, എന്നതുപോലെ അറിയാതെ ഇറങ്ങുന്നതിന് വിരോധമില്ല. അതുപോലെ ആ ഉള്ളി എന്ന് പറയുന്ന പരിധിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കഫം അങ്ങോട്ട് തന്നെ ലാഹിർ പ്രത്യക്ഷ ഭാഗത്തേക്ക് പുറപ്പെട്ട് വലിച്ചെടുത്ത കഫം അത് തുപ്പാനൊക്കെ കഴിയുന്നതോടുകൂടെ തുപ്പാതെ അങ്ങോട്ട് തന്നെ ഇറക്കിയാൽ നോമ്പ് മുറിയുന്നതാണ്. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് തന്നെ പറഞ്ഞത് കാണാം. അറിയാതെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് അതുപോലുള്ള വിധിയാണ്. അല്ലാതെ ഇറങ്ങുന്നത് നോമ്പ് മുറിയുന്നതാണ്, പ്രത്യക്ഷ ഭാഗത്തേക്ക് വന്നുകൊണ്ട് അങ്ങോട്ട് തന്നെ ഇറക്കുന്നത്. മറ്റു സ്ത്രീകളോടൊന്നിച്ച് ഉംറക്ക് പോകുന്ന വിധിയെ സംബന്ധിച്ച് മുമ്പ് ആരോ ചോദിച്ചിരുന്നു, അത് ഓർമ്മയില്ലാതെ വിട്ടുപോയതാണ്, അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റ് സ്ത്രീകള് അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാര് ഉണ്ട് എന്നുള്ളത് സുന്നത്തായ സഫർ, അത് ഉംറയാവട്ടെ മറ്റേത് വിഷയങ്ങളാവട്ടെ, സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പോകുന്നതിന് മഹ്റം നിർബന്ധമാണ്. അഥവാ കെട്ടുബന്ധം ഹറാമായ ജ്യേഷ്ഠാനുജന്മാരെ പോലുള്ള, അല്ലെങ്കിൽ പിതാക്കളെ പോലുള്ള, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവെങ്കിലും കൂടുതൽ ഒപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലുള്ള സഹോദരന്മാര് അല്ലെങ്കിൽ പിതാവ്, ഇങ്ങനെയുള്ള മഹ്റമായ ആളുകളോ ഒപ്പമില്ലാതെ ഈ സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സഫർ അനുവദനീയമല്ല എന്നാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉംറ അതുപോലെ മറ്റ് സിയാറത്തുകൾ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള സഫറിൽ യാത്രയിൽ ഇങ്ങനെ കെട്ടുബന്ധം ഹറാമായവരോ അല്ലെങ്കിൽ ഭർത്താവോ ഒപ്പം ഉണ്ടാവേണ്ടതാണ്, അല്ലാത്ത യാത്ര അനുവദനീയം അല്ല. അത് ഫർള് ഐനായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വാജിബായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിലാണ് സ്ത്രീകളൊപ്പം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും ഉസ്താദേ, മറ്റൊരു ചോദ്യം ഉള്ളത്, തുറസായ സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മഴ വെള്ളം കൊണ്ട് ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകുമോ എന്നതാണ്. അസ്സലാമു അലൈക്കും. മഴവെള്ളം അല്ലെങ്കിൽ കാറ്റ്, മഴണ്ട് വെള്ളത്തോണ്ട് മാത്രമല്ല, ഈ കാറ്റൊക്കെ വരുമ്പോ അങ്ങനെ വീശിയിട്ട് തുണി ഇങ്ങനെ പാറും. അങ്ങനെ പാറി ഉടനെ തന്നെ അത് നമ്മൾ ഇങ്ങോട്ട് ശരിയാക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതല്ല, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. നമ്മളെ പ്രവൃത്തി അല്ലാതെ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കാറ്റ് കൊണ്ടിട്ടായി അത് ഉടനെ ശരിയാക്കണം. അങ്ങനെ ശരിയാക്കിയാൽ നിസ്കാരം ബാത്തിലാവുന്നതല്ല. നമ്മുടെ സമയം 2 മണി കഴിഞ്ഞു. 2 മണിയാണ് നമ്മുടെ അവസാന സമയം. ഇനി നാട്ടിൽ നിന്ന് ലൈവ് വരുന്ന സമയമായതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് കുറെ ആളുകൾ റിസാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് 1 മണിക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കും. 1 മണിക്കൂർ 2 മണി വരെ ഉണ്ടാവും. എല്ലാവരും നേരത്തെ തന്നെ വരിക, എന്നാൽ നമുക്ക് സമയം കളയാതെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. നാം പറഞ്ഞതും കേട്ടതൊക്കെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി നമ്മൾ ചെലവഴിച്ച ഇത്രയും സമയം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരുടെ ഖബറടത്ത് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെയും അതുപോലെ നമ്മളെ ബന്ധപ്പെട്ടവരുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു തആല മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ ഷരീഫിന്റെ ദിനരാത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആചാരമായി അല്ലാഹു സ്വർഗം നൽകുന്നതിൽ ആ മഹാഭാഗ്യന്മാരിൽ നമ്മളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.